Next problem 3. Find the inverse Laplace transform of the following functions. Okay. അപ്പോൾ നമുക്ക് 3 ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്. എ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഓൾ സ്ക്വയർ ആൻഡ് സെക്കൻഡ് വൺ ദിസ് ആൻഡ് തേർഡ് വൺ. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും നമുക്ക് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ആദ്യം പറയുമ്പോൾ നമുക്ക് എന്തിനാ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. ഇതിനെ ഒരു റിവേഴ്സിങ് ഓർഡറിൽ പറയുമ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു ഓർഡറിൽ പറയാം, അതിനുശേഷം റിവേഴ്സിങ് ഓർഡറിൽ പറയാം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഓക്കെ. അപ്പം നമുക്ക് അറിയുന്ന ഒരു റിസൾട്ട് നമ്മൾ ആദ്യം എഴുതി വെക്കുകയാണ്. നമുക്ക് ഇവിടെയുള്ള ടേംസ് നമുക്ക് ഇതിൻ്റെയാണ്, അതായത് എൽ ഇൻവേഴ്സ് ഓഫ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഓൾ സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ എൽ ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ശ്രദ്ധിക്കണം, നമ്മളിവിടെ എൽ ഓഫ് കോസ് ഒമേഗ ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഓക്കെ. അപ്പം ഇത്രയും കാര്യം മാത്രമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു ഇതിൽ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഉണ്ട്. ഇപ്പോൾ ഒമേഗേൻ്റെ ടേംസിലാണ് നമുക്ക് എടുക്കേണ്ട ഫംഗ്ഷൻസ് എടുക്കേണ്ടത് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലോർത്ത് വയ്ക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എൽ ഇൻവേഴ്സ് ഓഫ് ദിസ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഫോമിലാണെന്നുള്ളത് മനസ്സിൽ ധാരണ വേണം. ഓക്കെ. ഇനി നമുക്കറിയുന്ന റിസൾട്ടാണ് എൽ ഓഫ് കോസ് ഒമേഗ ടി ഈസ് ഈക്വൽ ടു എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. അതായത് നമ്മൾ പഠിച്ചിരിക്കുന്ന റിസൾട്ട് എൽ ഓഫ് കോസ് എ ടി ഈസ് ഈക്വൽ ടു എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറയുന്ന ഫോമാണ്. നമ്മളിവിടെ ഒമേഗയിലാക്കിയിട്ട് ആ റിസൾട്ട് ഇവിടെ പറഞ്ഞു. ഓക്കെ. ഇനി നമുക്കറിയാവുന്ന വേറൊരു റിസൾട്ട് ഉപയോഗിച്ചിട്ട്, ഓക്കെ, അതിന് മുന്നേ ഞാൻ പറയാണ്, ആദ്യം നമ്മൾ എൽ ഓഫ് കോസ് ഒമേഗ ടി കണ്ടുപിടിച്ചു. ഇനി എൽ ഓഫ് ടി കോസ് ഒമേഗ ടി കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൽ ഓഫ് ടി കോസ് ഒമേഗ ടി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ആ ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് ഞാൻ ഇവിടെ കോട്ട് ചെയ്യുന്നത്. എൽ ഓഫ് ടി എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു മൈനസ് എഫ് ഡാഷ് ഓഫ് എസ് എന്ന് പറയുന്ന ഒരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ. എന്താ പഠിച്ചിട്ടുള്ളത്? എൽ ഓഫ് ടി എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു മൈനസ് എഫ് ഡാഷ് ഓഫ് എസ് എന്ന് പറയുന്ന ഒരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ റിസൾട്ടാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇനി ഇതേമാതിരി ടി സ്ക്വയർ കോസ് ഒമേഗ ടി അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ജനറലി പഠിച്ചിട്ടുണ്ടായിരുന്നു. എൽ ഓഫ് ടി പവർ എൻ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു -1 ഓൾ പവർ എൻ ഇൻറ്റു എഫ് nth ഡെറിവേറ്റീവ് ഓഫ് എസ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ ടി കോസ് ഒമേഗ ടി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് എൽ ഓഫ് കോസ് ഒമേഗ ടി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ഇതാണ് എന്ന് അറിയാം. അപ്പോൾ ടി കോസ് ഒമേഗ ടി കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഈ ഒരു ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എസിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ദെൻ ഒരു മൈനസ് സിമ്പിൾ ഇട്ട് കൊടുക്കുക. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എൽ ഓഫ് ടി കോസ് ഒമേഗ ടീൻ്റെ റിസൾട്ട് കിട്ടും. ഓക്കെ. ഒന്നുമില്ല, നമ്മൾ എൽ ഓഫ് കോസ് ഒമേഗ ടി എന്ന് പറയുന്നത് ഈ ഒരു ഫംഗ്ഷൻ ആണെന്ന് എടുത്ത് എഴുതി വെച്ചു. അതിനുശേഷം നമുക്ക് എൽ ഓഫ് ടി കോസ് ഒമേഗ ടി കണ്ടുപിടിക്കണം. അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എൽ ഓഫ് ടി എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു മൈനസ് എഫ് ഡാഷ് ഓഫ് എസ് എന്ന് പറയുന്ന റിസൾട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇനി എൽ ഓഫ് ടി കോസ് ഒമേഗ ടി കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? വിത്ത് റെസ്പെക്ട് ടു എസിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മൈനസ് എടുക്കുക. ഒരു മൈനസ് സൈൻ കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മതിയാവും. ഓക്കെ. അപ്പോൾ അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോണത്. വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. ഇനി നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ? ഏതിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്? അത് ശ്രദ്ധിക്കണം. വിത്ത് റെസ്പെക്ട് ടു എസിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. സെക്കൻഡ് ഫംഗ്ഷൻ പറയുമ്പോൾ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഡി ബൈ ഡി എസ് ഓഫ് എസ് എന്ന് പറയുമ്പോൾ എന്താ വരിക? ഇൻറ്റു 1 മൈനസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു എന്ത് വരും? ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പറയുമ്പോൾ എന്താണ്? ഡി ബൈ ഡി എസ് ഓഫ് എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഒമേഗ കോൺസ്റ്റൻ്റ് ആണ് ഇവിടെ, കാരണം നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എസിലാണ് ചെയ്യുന്നത്. അപ്പോൾ എസ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ഇൻറ്റു 2s എന്ന് വരും. ദെൻ വോൾ ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് വരും? സെക്കൻഡ് ഫംഗ്ഷൻ ഓൾ സ്ക്വയർ എന്ന് വരും അല്ലേ. അപ്പോൾ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഓൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ. അപ്പോൾ ഇവിടെ എസ് ഇൻറ്റു 2s എന്നാണ് അല്ലേ. അപ്പോൾ ഇതെന്തായിട്ട് മാറും? -2s സ്ക്വയർ എന്ന് വരും അല്ലേ. അപ്പോൾ ഇവിടെ ഒരു എസ് സ്ക്വയർ ഓൾറെഡി ഉണ്ട്, മൈനസ് എസ് സ്ക്വയർ കൂടി. അത് പോകുമ്പോൾ നമുക്ക് എന്ത് വരാം? ഒരു മൈനസ്, അതായത് ഇങ്ങനെ വരും ഒമേഗ സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ വോൾ ഡിവൈഡഡ് ബൈ ദിസ് ടേം എന്ന് തന്നെ വരും. ഓക്കെ. ഓൾറെഡി നമുക്ക് ഇനി പുറത്തൊരു മൈനസ് ഉണ്ടായിരുന്നു അല്ലേ. ഡി ബൈ ഇത്രയാണ് കിട്ടിയത് ആലോചിച്ച് വയ്ക്കാം. നമുക്ക് പിന്നെ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫൈനലി ഇങ്ങനെയായിരുന്നു കിട്ടി? മൈനസ് ഓഫ് ഒമേഗ സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ
വോൾ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഓൾ സ്ക്വയർ എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി മൈനസിന് ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, അതായത് മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് വരും. ദെൻ ഇവിടെ എന്ത് വരും, പ്ലസ് എസ് സ്ക്വയർ എന്ന് വരും അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, എസ് സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഓൾ സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ എന്താ കിട്ടിയിട്ടുള്ളത്, എൽ ഓഫ് ടി കോസ് ഒമേഗ ടി ഈസ് ഈക്വൽ ടു ദിസ് ടേം എന്ന് പറയാം അല്ലേ. അപ്പം നമുക്കിതിൻ്റെ ബോത്ത് സൈഡ്സിൽ, അതായത് ഇതിനെ എൽ ഇൻവേഴ്സ് ഓഫ്, അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇതിൽ നിന്ന് പറയാൻ പറ്റുന്നത് എൽ ഇൻവേഴ്സ് ഓഫ് ദിസ് ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും, ടി കോസ് ഒമേഗ ടി എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എൽ ഇൻവേഴ്സ് ഓഫ്, ഇവിടെ ശ്രദ്ധിക്കണം എൽ ഇൻവേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. എൽ ഇൻവേഴ്സ് ഓഫ് ദിസ് ടേം വിൽ ബി ഈസ് ഈക്വൽ ടു ടി കോസ് ഒമേഗ ടി എന്ന് എടുത്തു. ഓക്കെ, മനസ്സിലായല്ലോ. ഇത്രയും കാര്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ എന്താ ചെയ്തതെന്നുള്ളത് ഒന്നുകൂടിയും പറഞ്ഞു തരാം. നമുക്ക് എൽ ഓഫ് കോസ് ഒമേഗ ടി എന്ന് പറയുന്നത് ഈ ഒരു ഫംഗ്ഷൻ ആണെന്ന് അറിയാം. നമുക്കിനി എൽ ഓഫ് ടി കോസ് ഒമേഗ ടി കാണണം. അത് കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച റിസൾട്ട് എൽ ഓഫ് ടി എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എഫ് ഡാഷ് ഓഫ് എസ് എന്ന് എടുത്തു. അത് വെച്ച് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് ഇത് കിട്ടി. ഓക്കെ, അപ്പോൾ എൽ ഓഫ് ടി കോസ് ഒമേഗ ടി ഈസ് ഈക്വൽ ടു ദിസ് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, എൽ ഇൻവേഴ്സ് ഓഫ് ദിസ് ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു ടി കോസ് ഒമേഗ ടി ആണെന്ന് പറയാൻ പറ്റും. സോ അത് വെച്ചിട്ട് നമ്മൾ ഇവിടെ കൂടി എഴുതി വെച്ചു. ഓക്കെ, നമുക്ക് ഇതൊക്കെയാണോ കാണണ്ടേ? അല്ല, നമുക്ക് എന്താ കാണണ്ടേ, എൽ ഇൻവേഴ്സ് ഓഫ് ദിസ് ഫംഗ്ഷൻ എന്ന് പറയുന്നതായിരുന്നു നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് ദിസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഫംഗ്ഷനെ ഒന്ന് കുറച്ച് നമുക്ക് ഡയറക്റ്റ്ലി ചെയ്യാൻ പറ്റില്ല. അതായത് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഓൾ സ്ക്വയറിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് മാറ്റിയാണ് ചെയ്യുന്നത്. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എ സ്ക്വയറിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് മാറ്റുകയാണ്. എ സ്ക്വയറിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു ടേമിൻ്റെ കൂടെ എസ് സ്ക്വയറിൻ്റെ കൂടെ ഞാൻ പറഞ്ഞുതരാം, എസ് സ്ക്വയറിൻ്റെ കൂടെ നമ്മളൊരു ഒമേഗ സ്ക്വയർ ആഡ് ചെയ്യുന്നു. അതേമാതിരി തന്നെ ആ ഒമേഗ സ്ക്വയർ നമ്മൾ എന്ത് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്ത് കളയാൻ വേണ്ടി, എന്നാലല്ലേ ഈക്വൽ ആവുള്ളൂ. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് ഒരു എസ് സ്ക്വയർ കൂടി ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ മുകളിലത്തെ ടേം എന്തായിട്ട് മാറും ശരിക്കും, ഇവിടെ ചെയ്ത് നോക്കിക്കേ. എസ് സ്ക്വയർ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2a സ്ക്വയർ എന്ന് പറയും. ഒമേഗ സ്ക്വയർ കൂടി ക്യാൻസൽ ആയിട്ട് പോയിട്ട് അവിടെ 0 എന്ന് വരും അല്ലേ. പക്ഷെ നമുക്കിവിടെ എന്താ ഉള്ളത്, എസ് സ്ക്വയർ ആണല്ലോ അല്ലേ. ഇപ്പം ഞാനൊരു 1/2 കൊണ്ട് ഈ ഒരു ടേമിനെ കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എന്താ വരിക, ഈ 2 കൂടിയും ക്യാൻസൽ ചെയ്തിട്ട് എസ് സ്ക്വയർ എന്ന് വരുമോ, വരും അല്ലേ. അപ്പം നമുക്ക് ഇനി എസ് സ്ക്വയറിന് പകരം എന്ത് റീപ്ലേസ് ചെയ്ത് എഴുതാൻ പറ്റും, 1/2 ഇൻറ്റു ദിസ് ടേം എന്ന് പറഞ്ഞിട്ട് റീപ്ലേസ് ചെയ്ത്. ഓക്കെ, എന്താ കാട്ടുന്നത്, എസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന് എന്ത് ചെയ്യാണ്, റീപ്ലേസ് ചെയ്തിട്ട് എഴുതാൻ പോകുന്നു. ഓക്കെ, അതിനുശേഷം അങ്ങനെ ചെയ്തതിന് ശേഷം അതാണ് നമ്മളിവിടെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്തിരിക്കുന്നത് കേട്ടോ. എന്താണ് 1/2 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ വോൾ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഓൾ സ്ക്വയർ എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ 1/2 കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ് 1/2 എങ്ങനെ പുറത്തേക്ക് എടുത്ത് എഴുതുന്നത്. ഇനി ഞാനിതിനെ ഒന്നുകൂടിയും സ്പ്ലിറ്റ് ചെയ്യാണ് കേട്ടോ. അതായത് എങ്ങനെ എഴുതാണ്, ഒരു മിനിറ്റ് കാണിച്ചു തരാം. 1/2 പുറത്തേക്ക് നിർത്തി. ദെൻ ഞാനിതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത് ഇങ്ങനെയായിരുന്നു, എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ വോൾ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഓൾ സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ വോൾ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഓൾ സ്ക്വയർ എന്ന് നമ്മൾ എഴുതി. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയറും ഇതിൽ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഓൾ സ്ക്വയറും ഇല്ലേ, അപ്പോൾ ഇതും ഇതിൻ്റെ സ്ക്വയർ കൂടിയും ക്യാൻസൽ ചെയ്ത് പോകും. സോ നമുക്കത് എന്തായിട്ട് മാറും, 1/s സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ വോൾ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഓൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, എൽ ഇൻവേഴ്സ് ഓഫ് ദിസ്, നമുക്ക് എൽ ഇൻവേഴ്സ് ഓഫ് ദിസ് ഫംഗ്ഷനാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. എൽ ഇൻവേഴ്സ് ഓഫ് ദിസ് ഫംഗ്ഷൻ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, എൽ ഇൻവേഴ്സ് ഓഫ് മൊത്തത്തിലുള്ള ഈ ഒരു ഫംഗ്ഷൻ, അതിൽ നമ്മൾ പിന്നെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തണം, എൽ ഇൻവേഴ്സ് ഓഫ് ദിസ് എന്ന്, അതായത് 1/2 ഇൻറ്റു 1/s സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് എൽ ഇൻവേഴ്സ് ഓഫ് ദിസ് എന്ന് പറഞ്ഞിട്ട് എഴുതണം. അതിനുശേഷം ഈ 1/2 ഇവിടെ ഉണ്ടാവും കേട്ടോ, ഇതിലൊരു 1/2 ഉണ്ടായിരിക്കും, 1/2 കോമൺ ആണ്. നമ്മൾ ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് വേണം സ്പ്ലിറ്റ് ചെയ്യാൻ. ദെൻ എന്താ ഒരു ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് നമ്മൾ 1/2 പുറത്തേക്ക് എടുക്കുക. 1/2 പുറത്തേക്ക് എടുക്കുമ്പോൾ 1/2 ഇൻറ്റു എൽ
എൽ ഇൻവേഴ്സ് ഓഫ് ദിസ് ടേം പ്ലസ് എൽ ഇൻവേഴ്സ് ഓഫ് ദിസ് ടേം എന്ന് പറയാം. 1/2 രണ്ടിലും കോമൺ ആയതുകൊണ്ട് ആ 1/2നെ പുറത്തേക്ക് ഒന്നുകൂടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എൽ ഇൻവേഴ്സ് ഓഫ് ദിസ് ഫോമിൽ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം ഇനി ഇവിടെ നോക്കിക്കേ, എൽ ഇൻവേഴ്സ് ഓഫ് നമുക്ക് എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് എൽ ഇൻവേഴ്സ് ഓഫ് ദിസ് ടേം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നോക്കാം. ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? 1/a² പ്ലസ് എ സ്ക്വയർ എന്ന് പറയുന്ന ഫോമില അല്ലേ. അപ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് 1/a² പ്ലസ് ഒമേഗ എ സ്ക്വയർ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് റിസൾട്ട് എന്താണെന്ന് അറിയാം, 1/a ഇൻറ്റു സൈൻ AT എന്നാണ് നമ്മുടെ റിസൾട്ട് അല്ലേ. അപ്പോൾ അത് പ്രകാരം നമുക്ക് ഇതിനെ എന്ത് എഴുതാൻ പറ്റും? ഇവിടുത്തെ എ എന്ന് പറയുന്നത് ഏതാണ്? ഒമേഗയാണ് അല്ലേ. അപ്പോൾ എന്ത് പറയും? സൈൻ ഒമേഗ t ഡിവൈഡഡ് ബൈ ഒമേഗ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുക നമുക്കറിയില്ല അല്ലേ. അപ്പോൾ ഇതായിരുന്നു നമ്മളിവിടെ മുകളിൽ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കണ്ടുവച്ചിരിക്കണമെന്ന് നോക്കിക്കേ, വേണോ? എൽ ഇൻവേഴ്സ് ഓഫ് എ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഓൾ സ്ക്വയർ സിക്കോട്ട് നമ്മൾ എന്ത് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു? ടി കോസ് ഒമേഗ ടി ഇതായിരുന്നു ഇവിടെ. അപ്പോൾ അതിവിടെ കൊടുത്തിട്ട് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? അവിടെ ടി കോസ് ഒമേഗ ടി എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യുന്നേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇതിനൊന്ന് എന്താ പറയുക, ഈ ഒമേഗനെ കൊണ്ട് മൾട്ടിപ്ലൈ, ബ്രാക്കറ്റിലുള്ള ടേംസ് ആണ് പറയണത്. സൈൻ ഒമേഗ ടി പ്ലസ് ഒമേഗ ഇൻറ്റു ടി കോസ് ഒമേഗ ടി വോൾ ഡിവൈഡഡ് ബൈ ഒമേഗ എന്ന് വരും. അപ്പോൾ ഒമേഗനെ പുറത്തേക്ക് എടുത്തിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് 1/2 ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് WT കോസ് ഒമേഗ ടി കോസ് ഒമേഗ ടി എന്ന് നമ്മൾ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഒന്നുകൂടി പറഞ്ഞു തരാം നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ആദ്യം ആക്ച്വലി എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എൽ ഇൻവേഴ്സ് ഓഫ് ദിസ് ഫംഗ്ഷൻ എന്നാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ അതിനെ റീഅറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്ത് ഈ ഒരു ഫോമിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെ എത്തിച്ചിട്ട് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് എഴുതി ഇതുവരെ എഴുതി വരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എൽ ഇൻവേഴ്സ് ഓഫ് ഈ ഒരു ഫാക്ടറിൻ്റെ കാര്യം നമുക്കറിയാം, സൈൻ ഒമേഗ ടി ഡിവൈഡഡ് ബൈ ഒമേഗയാണ്. പക്ഷെ നമുക്ക് എന്താ അറിയില്ല? ഈ ഒരു പോർഷൻ്റെ അറിയില്ല. ഏത് പോർഷൻ? എൽ ഇൻവേഴ്സ് ഓഫ് എസ് സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഓൾ സ്ക്വയറിൻ്റെ പോർഷൻ നമുക്ക് അറിയില്ല. അപ്പോൾ ഇനി അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ ഒരു പോർഷൻ ചെയ്തു വെക്കുന്നത്. എന്തിനാണ്? അതിന്. അപ്പോൾ നമ്മൾ ശരിക്കും നമ്മൾ ഒരു പ്രോബ്ലം, നമുക്കറിയാത്തൊരു പ്രോബ്ലം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ വെച്ചിട്ട് സ്റ്റക്ക് ആവും. ഏത് സ്റ്റെപ്പിൽ? ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സ്റ്റെപ്പിൽ ആദ്യത്തെ പോർഷൻ കിട്ടും, അടുത്ത പോർഷനിൽ വെച്ചിട്ട് സ്റ്റക്ക് ആവും. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു ഫോം ഉപയോഗിക്കുന്നത്. ഓക്കെ, അവിടെയാണ് നമുക്ക് ഈ ഒരു പോർഷൻ്റെ ആവശ്യകത വരുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അത് എൽ ഇൻവേഴ്സ് സെപ്പറേറ്റ്ലി ഇത് കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ വാല്യൂ എന്ന് പറയുന്നത് അവിടെ തിരിച്ചു കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ പ്രോബ്ലം പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതുമ്പോഴും അങ്ങനെ തന്നെയാണ് എഴുതേണ്ടത്. ഇത് ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യങ്ങളായതുകൊണ്ട് ഈ പ്രോബ്ലം ഇത് എഴുതി വെച്ച ആൾക്ക്, ടെക്സ്റ്റ് എഴുതുന്ന ആൾക്ക് എന്താ പറയുക, ഓൾറെഡി മനസ്സിലൊരു ധാരണ ഇങ്ങനെയാണ് വരിക എന്നുള്ളത് അറിയുന്നത്, പ്രീവിയസ് ആയിട്ട് അറിയുന്നത് കൊണ്ടാണ് ഈ ഒരു ഓർഡറിൽ പോകുന്നത്, അല്ലെങ്കിൽ റിവേഴ്സ് ഓർഡറിലാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരെണ്ണം കൂടി കാണിക്കാം. 3 പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഇതേമാതിരി തന്നെയാണ്. ഇനി നമുക്ക് അടുത്തത് എന്ന് പറയുന്നത് ഏതാണ് കാണേണ്ടത്? എൽ ഇൻവേഴ്സ് ഓഫ് ദിസ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഫോമിലാണ് കാണുന്നത്. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വെക്കാം. ഇതിലും അതേമാതിരി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. കുറച്ച് വ്യത്യാസമുണ്ട്. എൽ ഓഫ് സൈൻ ഒമേഗ ടി ഈസ് ഈക്വൽ ടു ഒമേഗ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. അത് നമുക്ക് റിസൾട്ട് അറിയുന്നതാണ് അല്ലേ. അപ്പോൾ എൽ ഓഫ് ടി സൈൻ ഒമേഗ ടി എന്ന് പറയുന്നത് നമുക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? എൽ ഓഫ് എഫ് ഓഫ് ടി, അതായത് എൽ ഓഫ് ടി എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു മൈനസ് എഫ് ഡാഷ് ഓഫ് എസ് എന്ന് പറയുന്ന റിസൾട്ട് അല്ലേ. ഇപ്പം നമ്മളിവിടെ എന്ത് ചെയ്യാണ്? മൈനസ് എഫ് ഡാഷ് ഓഫ് എസ് എന്ന് പറയുന്നത് വരുമ്പോൾ ഇത് അല്ലേ, മൈനസ് എഫ് ഡാഷ് ഓഫ് എസ് പറയുമ്പോൾ മൈനസ് ഓഫ് ഡി ബൈ ഡി എസ് ഓഫ് ദിസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് ദിസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. അതായത് എന്താ പറയുക, മറ്റേ കോഷ്യൻ റൂൾ വെച്ചിട്ട് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ മൈനസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ബോൾ ഡിവൈഡഡ് ബൈ സെക്കൻഡ് ഫംഗ്ഷൻ ഹോൾ സ്ക്വയർ. അത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതേ ഫോമിൽ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എൽ ഓഫ് ടി സൈൻ ഒമേഗ ടി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ദിസ് ടേം എന്ന് വരുന്നത് കിട്ടി. അങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എൽ ഇൻവേഴ്സ് ഓഫ് ദിസ് ഫംഗ്ഷൻ അല്ലേ, എൽ ഇൻവേഴ്സ് ഓഫ് ദിസ് ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു ടി സൈൻ ഒമേഗ ടി എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്? എൽ ഇൻവേഴ്സ് ഓഫ് 2 ഒമേഗ എസ് ഡിവൈഡഡ് ബൈ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഓൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ടി സൈൻ ഒമേഗ ടി എന്ന് പറയുന്നത് നമുക്ക് കിട്ടി. അപ്പോൾ ഈ ഒരു കാര്യം, അതായത് നമ്മൾ ആദ്യം എൽ ഓഫ് കോസ് ഒമേഗ ടി വെച്ചിട്ടും എൽ ഓഫ് ടി കോസ് ഒമേഗ ടിയും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് കിട്ടുകയെന്നും, അതുമാതിരി തന്നെ ഇൻവേഴ്സ് ചെയ്യുമ്പോൾ ഇതാണ് കിട്ടുക എന്നുള്ളതും, അതേമാതിരി തന്നെ ടി സൈൻ ഒമേഗ ടീൻ്റെയും ചെയ്യുമ്പോൾ ഇതാണ് കിട്ടുക, ഇൻവേഴ്സ് ആയിട്ട് ചെയ്യുമ്പോൾ ഇതാണ്
ഇതാണ് കിട്ടുക. ഇതൊന്ന് നന്നായിട്ട് മനസ്സിൽ തറവായിട്ട് പഠിച്ചു വയ്ക്കുക. അതായത് വേറെ പ്രോബ്ലം ഇങ്ങനെ അല്ലാണ്ട് വേറെ ഒരു പ്രോബ്ലംസ് വരുമ്പോൾ കൂടി നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള, അതായത് നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് സ്റ്റക്ക് ആവുന്ന പോർഷൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എവിടെ സ്റ്റക്ക് ആവുന്നത്, അപ്പോൾ അവിടെ വരുന്ന സമയത്ത് ഈ കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കാൻ നമുക്കപ്പോൾ പറ്റും. അപ്പോൾ അപ്പോഴേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനിയാണ് നമ്മൾ ശരിക്കും പ്രോബ്ലം ചെയ്ത് കണ്ടുപിടിക്കണേ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എൽ ഇൻവേഴ്സ് ഓഫ് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഓൾ സ്ക്വയർ എന്നാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ അറിയുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അല്ലേ, അതായത് ഇവിടെ നോക്കിക്കേ, എൽ ഇൻവേഴ്സ് ഓഫ് 2 ഒമേഗ എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഓൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു നമുക്ക് എന്താണെന്ന് അറിയാം, ടി സൈൻ ഒമേഗ ടി. അതിൻ്റെ റിസൾട്ട് അറിയാം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എൽ ഇൻവേഴ്സ് ഓഫ് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഓൾ സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ ഇതിലൊരു 2 ഒമേഗ ഉണ്ടെങ്കിൽ, അതായത് ഈ ഒരു ടേമിൽ 2 ഒമേഗ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റിസൾട്ട് അപ്ലൈ ചെയ്യാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഓൾ സ്ക്വയർ, ഇതിൻ്റെ ന്യൂമറേറ്ററിന് ഡിനോമിനേറ്ററിന് ഞാനൊരു 2 ഒമേഗ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്തു, 2 ഒമേഗ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതൊന്നും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ പോവുമല്ലോ, അപ്പോൾ അത് ഈക്വൽ ആവില്ലേ. അപ്പോൾ അതേമാതിരി ചെയ്തു. എന്നിട്ട് അപ്പോൾ ഇതിനെ ഞാൻ എന്താ ചെയ്തത്, ഒരു 2 ഒമേഗ കൊണ്ട് മുകളിലും മൾട്ടിപ്ലൈ ചെയ്തു, 2 ഒമേഗ കൊണ്ട് താഴെയും മൾട്ടിപ്ലൈ ചെയ്തു. സോ 1/2 ഒമേഗ എന്താ പറയുക, എന്താണ് ശരിക്കും കോൺസ്റ്റൻ്റ് ആണ്. സോ അതിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു. സോ 1/2 ഒമേഗ ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 2 ഒമേഗ എസ്, ബാക്കിയുള്ളത് അങ്ങനെ തന്നെ നിർത്തി, 2 ഒമേഗ എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഓൾ സ്ക്വയർ എന്ന് എഴുതി അല്ലേ. ഇനി നമ്മൾക്ക് ഇവിടെ കണ്ടുവച്ചിട്ടില്ലേ, എൽ ഇൻവേഴ്സ് ഓഫ് 2 ഒമേഗ എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇക്വൽ ടു ടി ഒമേഗ ടി ആണ്. സോ ഇതിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, 1/2 ഒമേഗ ഇൻറ്റു ടി സൈൻ ഒമേഗ ടി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ, ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇവിടെ എന്ന് പറയുന്നത് ഇതാണ് ഉപയോഗിക്കുന്നത്, എല്ലാ സൈൻ ഒമേഗ ടി നമുക്കറിയാം. അതിൽ നിന്ന് നമ്മൾ എല്ലാ സൈൻ ടി ഒമേഗ ടി കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഫോം കിട്ടി. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എൽ ഇൻവേഴ്സ് ഓഫ് ദിസ് ഫംഗ്ഷൻ ആയിരുന്നു. ഇതിലൊരു 2 ഒമേഗ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റിസൾട്ട് ആണെന്ന് പറയായിരുന്നു അല്ലേ. ഇവിടെ 2 ഒമേഗ ഇല്ല, അപ്പോൾ ഞാൻ ഇതിനെ ഒരു 2 ഒമേഗ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്തു, 2 ഒമേഗ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ 1/2 ഒമേഗ പുറത്തേക്ക് എടുത്തു, ദെൻ ബാക്കിയുള്ളത് അവിടെ നിർത്തി. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്, ടി സൈൻ ഒമേഗ ടി. നമ്മൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് കിട്ടി. ഓക്കെ, അത്രയാണ് ആ ഒരു പ്രോബ്ലത്തിൽ ഉണ്ടായിരുന്നത്. സിമിലർലി അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എൽ ഓഫ് 1/s സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഹോൾ സ്ക്വയർ ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയും നമ്മൾ എൽ ഓഫ് കോസ് ഒമേഗ ടി എന്ന് പറയുന്നത് നമുക്കറിയാം. അതുമാതിരി തന്നെ എൽ ഓഫ് ടി കോസ് ഒമേഗ ടി നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത അതേമാതിരി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുവരെ നമുക്ക് ഇത്രയും ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ അതുവരെ മനസ്സിൽ ഓർത്ത് വയ്ക്കുക. അതെങ്ങനെ ചെയ്യുന്നതെന്ന് വീണ്ടും പറയുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടത്, എൽ ഓഫ് 1/s സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഓൾ സ്ക്വയർ ആണ് കാണുന്നത്. അപ്പോൾ ഇതിനൊന്ന് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് അറിയുന്ന, അതായത് ഈ ഒരു ഇവിടെ ഡിനോമിനേറ്ററിൽ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഉണ്ട്. ഇപ്പം നമ്മൾ ന്യൂമറേറ്ററിലേക്കും നമ്മൾ നേരത്തെ ചെയ്ത മാതിരി തന്നെ ന്യൂമറേറ്ററിലേക്കും നമ്മൾ എന്ത് ചെയ്യുകയാണ്, അതായത് എസ് സ്ക്വയറിൻ്റെയും ഒമേഗ സ്ക്വയറിൻ്റെ ഒക്കെ ടേംസ് വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഒരു ഫോം എന്ന് പറയുന്നതിലേക്ക് ഇതിലെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, അതിന് ചെയ്യാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ 1 ആണ് നമുക്ക് വേണ്ടത് അല്ലേ ന്യൂമറേറ്ററിൽ. അപ്പം ഞാൻ 1 കിട്ടാൻ വേണ്ടിയിട്ട് എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ, അതിൽ നിന്ന് ഞാൻ എസ് സ്ക്വയർ മൈനസ് ചെയ്യുകയും ചെയ്യുകയാണ്. പിന്നെ എന്ത് ചെയ്യാണ്, ഒമേഗ സ്ക്വയർ ഞാൻ മൈനസ് ചെയ്തു വിചാരിച്ചോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറിപ്പോവും, 0 ആയിട്ട് മാറിപ്പോവും. അപ്പോൾ വരില്ല, ന്യൂമറേറ്റർ നമുക്ക് 1 വേണം. അപ്പം ഞാനിത് എന്ത് ചെയ്യാണ്, പ്ലസ് ഒമേഗ സ്ക്വയർ തന്നെ എടുത്തു. അപ്പോൾ ഒന്നുകൂടി അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെങ്ങനെ എഴുതാൻ പറ്റും, എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ, ഒരു മൈനസ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ മൈനസ് ഇൻറ്റു എസ് സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്താ വരിക, ഇവിടെ എസ് സ്ക്വയറോടെയും ക്യാൻസൽ ചെയ്ത് പോകും. ഇപ്പോൾ ഇവിടെ 2 ഒമേഗ സ്ക്വയർ എന്നാണ് വരിക. പക്ഷെ നമുക്ക് 2 ഒമേഗ സ്ക്വയർ ആണോ ന്യൂമറേറ്ററിൽ വേണ്ടത്, അല്ല, 1 ആണ് വരേണ്ടത്. ഇപ്പം നമ്മൾ അതിന് മൊത്തത്തിൽ 2 ഒമേഗ സ്ക്വയർ ആണെങ്കിൽ 1/2 ഒമേഗ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് അത് രണ്ടും കൂടി ക്യാൻസൽ ചെയ്ത് പോയിട്ട് 1 എന്ന് പറയുന്ന ഫോമിൽ വരും. സോ നമ്മൾ അങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഫോമിലേക്ക് വരുന്നത്. അതായത് 1/2 ഒമേഗ സ്ക്വയർ പ്ലസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ, ഈ ഒരു ഫോമിൽ. ഇനി ഞാൻ പറഞ്ഞുതരാം, ഈ എസ് സ്ക്വയർ മൈനസ് എസ് സ്ക്വയറോടും ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ. ഒമേഗ സ്ക്വയർ മൈനസ് ഇൻറ്റു മൈനസ് വരുമ്പോൾ പ്ലസ് ആയിട്ട് വരും, പ്ലസ് ഒമേഗ സ്ക്വയർ. അപ്പോൾ ഇവിടെ എന്ത് വരും,
പ്ലസ് 2 ഒമേഗ സ്ക്വയർ വരും. ഇപ്പോൾ ഈ 2 ഒമേഗ സ്ക്വയറും ഈ 2 ഒമേഗ സ്ക്വയറോടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താ വരിക? 1 തന്നെ വരിക. 1 ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഹോൾ സ്ക്വയർ. അപ്പോൾ ഈ ഒരു ഫോമിലോട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് വലിയ വ്യത്യാസം വന്നിട്ടില്ല. ആ ഒരു രീതിക്കാണ് നമ്മളിതിനെ അറേഞ്ച് ചെയ്തത്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യാണ്. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്? 1/2 ഒമേഗ സ്ക്വയർ പുറത്ത് നിർത്തി, പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ all square plus then this minus this term divided by this term എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതൂടെയും ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് വരും? 1/s² പ്ലസ് ഒമേഗ സ്ക്വയർ മൈനസ് s² മൈനസ് ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ s² പ്ലസ് ഒമേഗ സ്ക്വയർ ഓൾ സ്ക്വയർ എന്ന് വരും അല്ലേ. ഇനി നമ്മൾ L ഇൻവേഴ്സ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ വിച്ച് ഇസ് ഈക്വൽ ടു ഇത് കോൺസ്റ്റന്റ് ആണ്. സോ നമ്മൾ കോൺസ്റ്റന്റ് ആക്കിയിട്ട് അവിടെ നിർത്തിയിട്ട് L ഇൻവേഴ്സ് ഓഫ് ദിസ് പ്ലസ് മൈനസ് L ഇൻവേഴ്സ് ഓഫ് ദിസ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ L ഇൻവേഴ്സ് ഓഫ് 1/s² പ്ലസ് ഒമേഗ സ്ക്വയർ അല്ലേ. ഇതെന്താണ്? 1/s² പ്ലസ് a സ്ക്വയർ എന്നുള്ള ഫോമിലാണ്. സോ നമുക്ക് അതെന്ത് വരും? സൈൻ ഒമേഗ ടി ഡിവൈഡഡ് ബൈ ഒമേഗ വരും. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് സൈൻ ഒമേഗ ടി ഡിവൈഡഡ് ബൈ ഒമേഗ വരും. ദെൻ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് L ഇൻവേഴ്സ് ഓഫ് a സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ a സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഓൾ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് ഏത് ഫോമിൽ കിട്ടും? ടി കോസ് ഒമേഗ ടി നമ്മൾ തൊട്ട് മുകളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ മാറ്റത്തിന് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ സൈൻ ഒമേഗ ടി മൈനസ് ഒമേഗ ടി കോസ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ ഒരു ഒമേഗ ഉണ്ടാവും. ആ ഒമേഗനെ ഇങ്ങോട്ട് എടുക്കുമ്പോഴാണ് എന്താ പറയുക? ഒമേഗ സ്ക്വയർ ഇൻറ്റു ഒമേഗ ചെയ്യുമ്പോൾ ഒമേഗ ക്യൂബ് കിട്ടും. സോ അതായിരുന്നു 1/ω³ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്യേണ്ട കാര്യം ഈ L ഇൻവേഴ്സ് ഓഫ് ദിസ് ടേം എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എന്താ പറയുക? ടി കോസ് ഒമേഗ ടി ആണെന്ന് പഠിച്ചു വെക്കാം. അത് ഏതെങ്കിലും ഇപ്പം നമ്മൾ എക്സാമിന് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും കാണാൻ പറയുക. അപ്പം ഇങ്ങനെ കാണാൻ പറയുമ്പോൾ നമ്മൾ ഇതേമാതിരി ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈ ടേമിൻ്റെ അറിയാം, ഇപ്പോൾ ഈ ടേമിൻ്റെ അറിയില്ല. അങ്ങനത്തെ ഒരു സ്റ്റേജ് വരും. അപ്പോൾ ആ സ്റ്റേജിൽ വരുമ്പോൾ നമ്മൾ ഇവിടെ വരെ നിർത്തിയിട്ട് സെപ്പറേറ്റ്ലി ഇത് മാത്രം എടുത്ത് കാണുക. അപ്പോൾ ഇത് മാത്രം എടുത്ത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ L ഓഫ് കോസ് ഒമേഗ ടി ഈസ് ഈക്വൽ ടു ഇന്നതാണ്. ദെൻ L ഓഫ് ടി കോസ് ഒമേഗ ടി നമ്മളവിടെ അപ്ലൈ ചെയ്യുന്ന റിസൾട്ട് എഴുതിയിരിക്കണം. എഴുതിയിരിക്കണം? L ഓഫ് ടി എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു മൈനസ് എഫ് ഡാഷ് ഓഫ് എസ് എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. എന്നിട്ട് ബാക്കിയുള്ള എല്ലാ പ്രൊസീജിയറും. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനത്തെ ഉള്ള പ്രോബ്ലംസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? അതായത് രണ്ടും പഠിച്ചു വയ്ക്കുക. L ഓഫ് സൈൻ ഒമേഗ ടിയും L ഓഫ് ടി സൈൻ ഒമേഗ ടി എന്ന് പറയാം. രണ്ട് രീതിയിലും, അതായത് ഇതൊരു റിസൾട്ടായിട്ട് ബൈ ഹാർട്ട് ചെയ്തിട്ടും പഠിക്കുക. പോരാത്തതിന് എന്ത് ചെയ്യുക? ഇങ്ങനെ അതായത് ഇങ്ങനെ നമ്മൾ ഈ ഡെറിവേറ്റീവ് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടും ഈ 3 പ്രോബ്ലംസിൻ്റെ ആ ഒരു കുറച്ച് ഭാഗം പഠിച്ചു വയ്ക്കാം. പ്രോബ്ലം എളുപ്പമാണ്. നമ്മൾ ആ റിസൾട്ട്സ് ആയിട്ട് ആ ഒരു കുറച്ച് കാര്യങ്ങളൊന്നുകൂടി പഠിച്ചു വയ്ക്കാം. ഓക്കെ.